നമസ്കാരം സാറേ, എൻ്റെ പേര് പ്രകാശ് അരസു. ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ ഡക്റ്റിൻ്റെ ഡിസൈന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. രണ്ടാമത് എങ്ങനെ ഹീറ്റോട് കാൽക്കുലേഷനിലോട്ട് എത്തി അല്ലെങ്കിൽ ടണ്ണേജിലോട്ട് എത്തി, ഇങ്ങനത്തെ രണ്ട് കാര്യങ്ങളാണ്. പറ്റുന്നത്രയും സ്പീഡിലും ചെറിയ വീഡിയോ ആയിട്ടും ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഡക്റ്റിൻ്റെ ഡിസൈന്. നമ്മുടെ 20 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സിങ്ക് സീലിങ്ങിൻ്റെ ഹൈറ്റ് 20 സെൻറ്റിമീറ്റർ സാധാരണക്കാട്ടിലും കുറവാണ്. അപ്പം അതിനനുസരിച്ചാണ് മെഷീൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. മെഷീനിൽ നിന്നുള്ള സപ്ലൈ വരുന്നു. ഇതൊരു പ്ലീനം ബോക്സ് ആണ്. ഈ പ്ലീനം ബോക്സിൽ പോയിട്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ പോയിട്ടാണ് ഈ എയർ സപ്ലൈ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. അപ്പം ഈ ഒരു മെഷീനകത്ത് ഇരുന്ന് തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ബെഡ്റൂമും റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ബെഡ്റൂമിലോട്ടും സപ്ലൈ പോകും. അത് നമുക്ക് ഡാമ്പറിൽ ഒരു ആക്ടിവേറ്ററും വെച്ച്, അത് ഷട്ടറിലൊരു മോട്ടർ അത് വെച്ച് ഇത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാൻ പറ്റും. അപ്പം ബെഡ്റൂം ഉപയോഗിക്കുന്ന സമയത്ത് ഈ മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ആക്ടിവേറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടത്തേക്ക് മാത്രമായിരിക്കും സപ്ലൈ വരുന്നത്. നമുക്ക് മെയിൻ 2 റൂമിലോട്ടും ഇതേപോലെ ആക്ടിവേറ്റർ ഉണ്ട്. അതല്ലാതെ ലിവിങ് റൂം, ഡ്രോയിങ് റൂമിലോട്ട് പോകുന്ന ഡക്റ്റിലും ഇതേപോലെ തന്നെ ഡാമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നേരെ ഫാമിലി റൂമിലോട്ടും ലിവിങ് റൂമിലോട്ടും ഡൈനിങ് റൂമിലോട്ടും പോകുന്നു. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട്. ഞാൻ വിശദമായിട്ടുള്ളത് കാണിക്കാം. അത് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. ഇവിടെയും നമ്മുടെ ബാത്റൂമിനകത്ത് യൂണിറ്റ് വരുന്നു. അവിടെ നിന്ന് പ്ലീനം ബോക്സിലോട്ട് പോകുന്നു. പ്ലീനം ബോക്സിൽ നിന്ന് ഒരു സപ്ലൈ ബെഡ്റൂമിലോട്ട് പോകുന്നു. ഒരു സപ്ലൈ ഈ മേളിലിരിക്കുന്ന ഗസ്റ്റ് റൂമിലോട്ട് പോകുന്നു. അതേപോലെ തന്നെ ഒരു സപ്ലൈ ഡയറക്റ്റ് ഈ ഓപ്പൺ ഏരിയയിലോട്ട് പോകുന്നു, ഫാമിലി ഏരിയയിലോട്ട് പോകുന്നു. ഓക്കെ, ഇത് ഓക്കെ. ഞാൻ ഈ ജിപ്സം ബോർഡ് ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ. ഹൈഡ്. അപ്പം ഈ ബാത്റൂമിനകത്ത് നമുക്കുണ്ടായിരുന്ന ചലഞ്ച് എന്നാന്ന് പറഞ്ഞാൽ, ബാത്റൂമിൽ നമുക്ക് 20 സെൻറ്റിമീറ്റർ ഹൈറ്റ് കുറവാണ്, 20 സെൻറ്റിമീറ്റർ ഹൈറ്റ് കുറവാണ്. അപ്പോൾ അതിൻ്റെ താഴെയാണ് നമ്മൾ മെഷീൻ വരുന്നത്. പക്ഷേ ഈ ഏരിയക്കകത്ത് നമുക്ക് ആ താഴ്ച വരുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് ആ ബെൽറ്റ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മേളോട്ട് പൊക്കാൻ ഇതിൽ കൂടുതൽ പറ്റത്തില്ല. അപ്പോൾ സാറിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് ഫോൾ സീലിംഗ് കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിൽ 10 ഫീറ്റ് വേണം എന്നുള്ളതല്ല റിക്വയർമെൻറ്റ്. 10 ഫീറ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് ഞാനൊരു 5 സെൻറ്റിമീറ്റർ കൂടെ കൂട്ടുവാണേ. നമ്മുടെ ടൈൽസ്, വാൾ ടൈൽസ് സ്കെച്ചിൽ 10 ഫീറ്റ് വരത്തില്ല. 9 അടി 9 ഇഞ്ചാണ്. അത് ഈ ഡ്രോയിങ് വരുമ്പോൾ കറക്റ്റ് വന്നു. 9 അടി 11 ഇഞ്ച്, അതായത് 10 ഇഞ്ച് കിട്ടും. 10 ഫീറ്റ് കിട്ടും. നമ്മൾ ചെയ്ത് വരുമ്പോൾ 10 ഫീറ്റ് കിട്ടും. ഡ്രോയിങ്ങിൽ നമുക്ക് കൊടുക്കുന്ന മാർജിന് ഇൻസ്റ്റോളേഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നമുക്ക് മാർജിൻ കിട്ടും. അപ്പം നമ്മൾ എന്താണെങ്കിലും 10 ഫീറ്റ് സാറിന് കറക്റ്റ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്.
പിന്നെ ഇവിടുന്ന് സപ്ലൈ പോകുന്നു. ഈ സപ്ലൈ പോകുന്നത് ഒരു ഇത് നമ്മുടെ എയർ ടെർമിനലില് സൈഡിൽ കൊടുക്കുന്നതിന് പകരം ഈ 10 ഫീറ്റ് കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പൂർണ്ണമായിട്ടും മേളോട്ട് എടുത്തത്. അതേപോലെ ഇങ്ങനെ കാണത്തുള്ളൂ. ഈ ഡബിൾ ഹൈറ്റിലുള്ള ഇപ്പൊ ഇവിടെ ഞാൻ വരച്ചപ്പോൾ ഇത് ഒറ്റ സീലിംഗ് ആയിട്ടാണ്. ഇവിടെ ശരിക്കും പറഞ്ഞൊരു ഓപ്പണിംഗ് ആണ് വരുന്നത്. ഇവിടെ ഒരു ഓപ്പണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 2 സപ്ലൈ വരും. 2 സപ്ലൈ. ഇത് ഈ ഡിഫ്യൂസർ വഴി ഈ പറഞ്ഞ സപ്ലൈ വരും. ഈ ഡിഫ്യൂസറിനുള്ള ഒരു അഡ്വാൻറ്റേജ് 90 ഡിഗ്രി ഇത് ത്രോ ചെയ്യും. അപ്പൊ അതായത് സീലിംഗിലോട്ടായിരിക്കും വരുന്നത്. നോർമൽ ഗ്രില്ലില് വഴി സൈഡിലത്തെ ഗ്രില്ല് വഴി വരുമ്പോൾ ഇത് നേരെ താഴോട്ടായിരിക്കും വരുന്നത്. ഈ ഡിഫ്യൂസർ വഴി വരുമ്പം ഇത് മേളിലോട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പം മേളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തണുത്ത കാറ്റായതുകൊണ്ട് തന്നെ ഇത് താഴോട്ട് വരും. അപ്പം ഈ ഡയറക്റ്റ് നമുക്ക് ത്രോ വരുന്നു. അത് നമ്മൾ കുറെ അതായത് നേരിട്ട് ത്രോ വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കാൻ ഉള്ള ഒരു അസൗകര്യം, അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഈ ഡിഫ്യൂസറിന് വരത്തില്ല. അതേപോലെ തന്നെ റൂമിന് നല്ല ചില്ലിങ് കിട്ടും. ഇത് ഡബിൾ ഹൈറ്റ് ആണ്. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പം ആ മെഷീന്റെ കാര്യത്തിലോട്ട് ഞാൻ വരുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഏതായാലും ഇത് താഴെ നോക്കുമ്പോൾ ഇങ്ങനെ ആ ഫാമിലി ലിവിംഗ് റൂമിനകത്ത് 2 ഡിഫ്യൂസർ വരും. അത് കഴിഞ്ഞ് നമ്മുടെ ഫോർമൽ ലിവിംഗ് റൂം അവിടെ ഇതേപോലെ തന്നെ 4 ഡിഫ്യൂസർ വരും. 4 ഡിഫ്യൂസർ. ഡൈനിങ് ഹാളിലോട്ട് വന്നു കഴിയുമ്പം ഇതേപോലെ തന്നെ ആ സ്റ്റെയർ കേസ് തുടങ്ങുന്നതിന് മുമ്പ്, അതായത് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ഇത് നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പൊസിഷൻ മാറ്റാം. സാറിന് ഫാന്, ലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ചും കൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാനുള്ള ഒരു ഇതുണ്ട്. ഈ ഈ ഈ ഈ ഡക്ട് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ നമുക്ക് പറ്റും. അപ്പം അത് മനസ്സിലൊക്കെ കണ്ടാണ് ഞാൻ ആ ഡിഫ്യൂസറിലോട്ട് തന്നെ പോയത്. ഞാൻ ആ ബൾക്ക് ഹെഡിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഇത് ഗ്രില്ലിൽ നിന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലാതെ ഡിഫ്യൂസറിലോട്ട് പോയതിന്റെ ഒരു കാരണം അതാണ്. അതേ നേരം നമ്മുടെ ബെഡ്റൂമിലോട്ട് വരുമ്പം ബെഡ്റൂമിൽ ഇതായിരിക്കും ത്രോ. ഇതുണ്ടോ, ഈ ഭാഗത്തായിരിക്കും ത്രോയ്. അതേപോലെ റിട്ടേൺ എയർ പോകുന്നതിന് ഇവിടെ നിന്നൊരു ഡക്ട്, ഈ മുറിയിൽ നിന്ന് പോകുന്നതിന് ഒരു ഡക്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ മുറിയിൽ വരുമ്പം ഇപ്പുറത്തെ മുറിയിലോട്ട് വരുമ്പം ഇവിടുന്ന് റിട്ടേൺ പോവും, ഇവിടുന്ന് സപ്ലൈ വരും. അപ്പൊ ഈ മുറിക്കകത്ത് സീലിംഗുമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും നേരിടത്തില്ല. കാരണം പൂർണ്ണമായിട്ടും ഈ വോളിൽ ഇരുന്ന് തന്നെ സാറിന് എയർ കണ്ടീഷന്റെ HVAC കാര്യങ്ങളെല്ലാം അവിടെ തന്നെ കംപ്ലീറ്റ് ആവും. നമുക്ക് ഒരു മിനിറ്റ് സാറേ, ഞാൻ നമുക്ക് ഈ പൗഡർ റൂം അല്ലെങ്കിൽ ഈ ഡ്രസ്സിംഗ് റൂമിലാണ് ഹൈറ്റ് 9 അടി എന്ന് പറയുമ്പം അതിനകത്ത് ഇരുന്നൊരു 5 സെന്റിമീറ്ററും കൂടെ പോകും. ഫ്ലോറിന്റെ 9 ഫീറ്റ് ചെയ്ത് വരുമ്പോൾ 9 ഫീറ്റ് തന്നെ കിട്ടും. 9 ഫീറ്റ് ആയിരിക്കും ഈ ബാത്റൂമിന്റെ താഴെ ഉള്ള ഹൈറ്റ്. 9 ഫീറ്റ് ആ റേഞ്ചിലേ വരത്തുള്ളൂ. 8.25 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലായിരിക്കും ഈ ബാത്റൂമോ ഈ സ്ഥലത്തെ ഡ്രസ്സിംഗ് ഏരിയയിലെയോ ഹൈറ്റ്. അപ്പൊ ഞാൻ ഈ വീഡിയോക്കകത്ത് മുഴുവനും ഈ ഹൈറ്റിന്റെ കാര്യങ്ങൾ വീഡിയോ ആയിട്ടൊന്ന് കാണിച്ചു തരികയും രണ്ടാമത് ഞാൻ സ്കെച്ച് സാറിന് അയച്ചു തരുമ്പോൾ അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണും. എന്നാലും ഒരു വീഡിയോ ആയിട്ട് ആ ഹൈറ്റിന്റെ കാര്യങ്ങൾ, കാരണം എപ്പോഴുമേ ഈ വീടിന്റെ പ്രോജക്റ്റ് വരുമ്പോൾ വില്ല പ്രോജക്റ്റ് എല്ലാം വരുന്നത് ഈ സീലിംഗിന്റെ ഹൈറ്റുമായിട്ട് ബന്ധപ്പെട്ട. അപ്പം അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയാനുള്ള കാര്യം. അപ്പോൾ ഒരു ഭാഗം മുഴുവനും മേളിൽ ഡിഫ്യൂസറിൽ പോകും. 2 ബെഡ്റൂമിലോട്ട് താഴെ വരുന്നത് സീലിംഗിന്റെ താഴെ വരും. അതാണ് ഈ നമ്മൾ സാധാരണ ഓഡിറ്റോറിയത്തിലൊക്കെ നമ്മൾ വരയ്ക്കുമ്പം ഇങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല.
അപ്പോൾ അതാണ് ഈ സമയം എടുക്കുന്നതും. ഇതൊരു കുറച്ച് ക്ഷമയോടെ ചെയ്ത് ഈ മാറിയാൽ പിന്നീട് കാര്യങ്ങൾ സ്പീഡാകും. ഇവിടെ നമ്മൾ ആ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഓരോ പ്രാവശ്യവും പിന്നെയും പിന്നെ റിവിഷൻ വരും. അത് കാരണമാണ് ഈ സമയം കൂടുതൽ എടുക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ ഈ റൂമിലോട്ട് പോകുന്ന സപ്ലൈ ശരിക്കും ഈ സീലിങ്ങിന്റെ താഴെ വരും. വേണ്ട, ഇങ്ങനെ സീലിങ്ങിന് താഴെ ആയിരിക്കും ഇവിടുത്തെ സപ്ലൈ വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഫുള്ളായിട്ട് ഒരു ഗ്രില്ല് കാണും. ആ ഗ്രില്ല് മാത്രമേ കസ്റ്റമർ കാണത്തുള്ളൂ. അപ്പം ഈ ഗ്രില്ല് റിട്ടേൺ ആയിട്ടും ഉപയോഗപ്പെടും, അതേപോലെ സപ്ലൈ ആയിട്ടും ഉപയോഗപ്പെടും. കാരണം ഈ എയർ കണ്ടീഷണറിന് നമുക്ക് റിട്ടേൺ കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പണിങ്, അതേപോലെ തന്നെ ഈ റൂമിനകത്തിരിക്കുന്ന ഓപ്പണിങ്. ഈ റൂമിനകത്ത് ഈ റൂമിലെ എയർ എടുക്കത്തുള്ളൂ. അപ്പൊ പറ്റുന്നത്രയും നമ്മൾ ഈ ഈ ഹോളിലുള്ള എയർ എടുക്കാനും, അതേപോലെ നമ്മുടെ ഗസ്റ്റ് റൂമിനകത്ത് 4 ഡിഫ്യൂസറാണ് വരുന്നത്. ശരിക്കും 2 ഇതേ ഉള്ളൂ സപ്ലൈ, 2 എണ്ണം ഡമ്മി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് സീലിങ്ങിന്റെ താഴെ വരുന്നത്. അപ്പം സീലിംഗ് ഈ ഈ ഫാമിലി റൂമിലും കൂടെ വരുന്നുണ്ടെങ്കിൽ മേളിൽ കൂടെ വരുന്ന ഇതുണ്ടോ, ഈ സീലിംഗ് ഇതിന്റെ മേളിൽ കൂടെ വരുമ്പം കാണാമോ, ഇതുണ്ടോ, ഇത് തന്നെ റിട്ടേൺ ആയിട്ട് അതും കൂടെ പ്രവർത്തിക്കും. അപ്പം ഇത് ഇങ്ങനെ കുറച്ച് സപ്ലൈയും റിട്ടേണും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊണ്ടാണ് അത് വീണ്ടും അത് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. ഒന്ന്, ഇനി ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ. ഈ ഹീറ്റ് ലോഡ് കാൽക്കുലേഷന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ഒരു ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ 20 ടണ്ണാണ്. 20 ടൺ നമ്മൾ 42 × 43 ഫീറ്റ് ടോട്ടൽ എടുത്തു. അതേപോലെ തന്നെ 25 പേര് ടോട്ടൽ ഒക്കുപ്പൻസി എന്നുള്ള രീതിയിൽ വെച്ചൊക്കെയാണ് എടുത്തത്. അപ്പം അത് കുറച്ച് കൂട്ടിയെടുത്തു. എന്നാലും നമ്മളിപ്പോൾ ഒക്കുപ്പൻസി കുറച്ചാലും വലിയ വേരിയേഷൻ വരത്തില്ല. കാരണം നമ്മൾ ആ മൊത്തം എടുത്താൽ ഈ പറഞ്ഞ പോലെ തന്നെ ആ 20 ടൺ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെ വരും. അപ്പൊ അത് ഭയങ്കര എക്സ്പെൻസീവ് ആവും. അത് രണ്ടാമത് അതിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ അത് കാരണം ഓരോ റൂമായിട്ട് എടുക്കുമ്പം അവിടെ ഈ പറഞ്ഞ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റ് വെച്ച് നോർമൽ എടുത്താൽ ഒരു 11 ടണ്ണ് 11 ടണ്ണ്. ഇത് ഗ്രൗണ്ട് ഫ്ലോറും മാത്രമാണ് പറയുന്നത്. ഈ ഗ്രൗണ്ട് ഫ്ലോറിന്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ മാത്രം വെച്ച്, അതായത് നമ്മൾ ബെഡ്റൂം ഒന്ന്, ഫാമിലി, ഫോർമല്, ഡൈനിങ്, കിച്ചണ്, ബെഡ്റൂം, അതൊരു ഫ്ലോർ ഏരിയ മാത്രം വെച്ചാണ് എടുത്തത്. ഫ്ലോർ ഏരിയ മാത്രം വെച്ചെടുത്തിട്ട് 11 ടണ്ണ് നമുക്ക് വോൾട്ടാസ്, പാനസോണിക്, ഡൈക്കൺ 3 ബ്രാൻഡാണ് ഞങ്ങൾ ഡക്റ്റബിൾ ചെയ്യുന്നത്. അതിനകത്ത് ഈ വോൾട്ടാസ് താരതമ്യേന ബാക്കിയുള്ളവരെക്കാട്ടിലും പ്രൈസ് അട്രാക്ഷൻ ആയിരിക്കും. ഫുൾ ഇന്ത്യൻ ബ്രാൻഡിലാണ് പ്രൊഡക്ഷന്. ഇപ്പം ഇതിനകത്ത് R410 സീരീസ് നമ്മൾ പറയുന്നത് VRV മോഡൽ അല്ല, നമ്മൾ പറയുന്നത് നോർമൽ ഫിക്സഡ് സ്പീഡ്. ഈ ഫിക്സഡ് സ്പീഡിലോട്ട് വരാൻ കാര്യം ഒന്ന് ബഡ്ജറ്റ്, രണ്ടാമത് നമ്മുടെ ഉപയോഗം ഒരു വർഷം 100 ദിവസത്തിന് മേളിലില്ല എന്നുണ്ടെങ്കിൽ ബോർഡ് വെച്ച് അധികം കോംപ്ലിക്കേഷൻ ഇല്ലാതെ R410 ഗ്യാസ് ഉള്ള ഇതുണ്ടോ 5.5 ടൺ. ഈ കാറ്റലോഗ് ഞാൻ സാറിനോട് ഷെയർ ചെയ്യുന്നുണ്ട്. 5.5 ടണ്ണ്, 8.5 ടണ്ണ്, 11 ടണ്ണ്, 17 ടണ്ണ്, 21 ടൺ, ഇങ്ങനെയാണ് പോകുന്നത്. നമ്മൾ താഴത്തെ ഇതിലോട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന 8.5 ടണ്ണും മേളത്തെ സ്ഥലത്തോട്ട് 5.5 ടണ്ണാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം അതാണ് വോൾട്ടാസിലുള്ള ഏറ്റവും ബേസ് മോഡൽ. ഡൈക്കണ് 2 ടൺ മുതലുണ്ട്. അപ്പം മേളത്തേതും താഴത്തേതും കൂടെ ചേർത്ത് ഒരു 12, 13, 14 ടണ്ണ് ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. കാരണം ഡബിൾ ഏരിയ ആയതുകൊണ്ട് ഒരു ഒക്കുപെൻസി കൂടുന്നുണ്ടെങ്കിൽ ആ സമയത്തും കൂടെ ഉപയോഗിക്കാവുന്ന രീതിയിൽ. നമുക്ക് മേളിൽ ഒരു 2 ടണ്ണ് കൊടുത്താൽ ആ ഹോള് ഫുള്ളായിട്ട് കിട്ടണമെന്നില്ല. കാരണം താഴെ മറ്റേ ഇതുണ്ടല്ലോ, ഓപ്പണിംഗ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ 5.5 ടണ്ണിലോട്ട് തന്നെ പോയത്. താഴത്തേത് 8.5 ടണ്ണും മേളത്തേത് 5.5 ടണ്ണും. അപ്പം ഈ 8.5 ടണ്ണിന് പ്രൈസിങ് ഏകദേശം 1,14,000 രൂപയോളം വരും.
1,15,000 രൂപയോളം അതിന്റെ പ്രൈസിങ് വരും. അത്രയും തന്നെ ഈ പറഞ്ഞ പോലെ ആക്ടിവേറ്റർ, ഡിഫ്യൂസർ, ഇത് മറ്റേ ഡക്ട്, കോപ്പർ പൈപ്പിങ്, ഗ്യാസ്, ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഏകദേശം 8.5 ടണ്ണ്. ഇത് ഞാൻ ബഡ്ജറ്റ് കറക്റ്റായിട്ട് സാറിന് അയച്ചുതരാം. ഒരു 2 ലക്ഷം രൂപയ്ക്കകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ താഴത്തെ ഫ്ലോറും മേലത്തെ ഫ്ലോർ വരുന്നത് ഇത് ഏകദേശം ഒരു അത്രയും തന്നെ ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും. അതായത് ഒരു 3.5 ലക്ഷം രൂപയ്ക്കും 4 ലക്ഷം രൂപയ്ക്കും അകത്തായിരിക്കും ബഡ്ജറ്റ് വരാൻ പോകുന്നത്. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണം. എനിക്ക് ഈ ആക്ടിവേറ്ററിന്റെ ഒക്കെ പ്രൈസിങ് ചെന്നൈയിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പം അത് ഞാൻ വെള്ളിയാഴ്ചത്തേക്ക് സാറിന് കറക്റ്റ് ബഡ്ജറ്റ് തരാം. ഞാനിപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് സാറിന് ലേ ഔട്ട് പ്ലാന് തരാം. അപ്പം സിവിൽ ഓപ്പണിങ് അതുമാതിരി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. വെള്ളിയാഴ്ചക്കകം ഞാൻ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ബഡ്ജറ്റും തരാം. അപ്പം അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് 8 ടണ്ണ്. അതായത് നമ്മൾ എന്നാ ചെയ്യുന്ന പറഞ്ഞാൽ ഈ നോർമൽ കാർപ്പറ്റ് ഏരിയ വെച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ E20 തന്നെ ഏറ്റവും വലിപ്പമുള്ള മുറിയിൽ ഈ വെന്റിലേഷൻ എന്നുള്ള രീതിയിൽ വെച്ചാണ് നമ്മൾ എടുത്തത്. ഒക്കുപ്പൻസി ആ 25 തന്നെ ഞാൻ ഇട്ടു. ബാക്കി ഇതാണ് ആംബിയൻ ടെമ്പറേച്ചർ 75 ഡിഗ്രി ഫാരൻഹീറ്റ്, അതായത് നമ്മൾ 25 ഡിഗ്രി സെൽഷ്യസ്. അത് വെച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 25 ഡിഗ്രി ആണ് ഈ പറഞ്ഞ പോലെ തന്നെ എടുത്തിരിക്കുന്നത്. എയർ ചേഞ്ചിങ് ഞാൻ 3 ഇട്ടു. കാരണം ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ വേസ്റ്റേജ് ശരിക്കും ഹൗസിൽ ഈ പറഞ്ഞ പോലെ തന്നെ 3 ഇടേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഇത് ഫുൾ ഇട്ടാണ് ഈ പറഞ്ഞ പോലെ തന്നെ 8 ടൺ എന്നുള്ളത് ഫ്ലോർ യൂണിറ്റിലോട്ട് വന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സാറേ ഞാൻ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സാറിന് ലേ ഔട്ടായിട്ടും കൊട്ടേഷനായിട്ടും അയച്ചു തരാം. കൊട്ടേഷന് എനിക്ക് കുറച്ച് വെള്ളിയാഴ്ച മോർണിംഗ് സാറിന് ഞാൻ കൊട്ടേഷൻ തന്നേക്കാം. ഇതിന്റെ ഡീറ്റെയിൽസും എല്ലാം ലേ ഔട്ടും എല്ലാം സാറിന് ഇന്ന് വൈകുന്നേരത്തിനകത്ത് തന്നെ അതിൻ്റെ ലേ ഔട്ട് പൂർണ്ണമായിട്ടും കിട്ടും. ഓക്കെ സാർ, താങ്ക് യു.